ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് രീതിയിൽ പ്ലംബിങ് ചെയ്യാം. അതായത് വീടിൻ്റെ ഒരു ഫുൾ വീടിൻ്റെ നല്ല രീതിയിൽ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് പ്ലംബിങ് ചെയ്യാം. പ്ലംബിങ് ചെയ്ത് അവസാനം വരുന്ന സമയത്ത് നമുക്ക് ബ്ലോക്ക് വരാത്ത രീതിയിലും അതുപോലെ തന്നെ നീറ്റായിട്ടും, അതായത് പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കഴിയുന്ന സമയത്ത് പ്ലംബിങ്ങിൻ്റെ സെക്ഷൻ വളരെ നീറ്റായിട്ടും ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മുടെ ഫിനിഷിംഗ് സ്റ്റേജ് പ്ലംബിങ് കഴിഞ്ഞതിന് ശേഷം ഫിനിഷിംഗ് സ്റ്റേജ് വീടിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ഏകദേശം നല്ല രീതിയിൽ തന്നെ നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ സെക്ഷനുകളും സെപ്പറേറ്റ് ബ്ലോക്ക് കാര്യങ്ങളില്ലാത്ത രീതിയിൽ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു. മാക്സിമം ബെൻഡ് കാര്യങ്ങൾ ഒഴിവാക്കിയതിന് ശേഷം 45ഉം അതുപോലെ തന്നെ മറ്റു ഫിറ്റിങ്സ്, അതായത് 45 ഒഴിവാക്കിയതിന് ശേഷം ഷോർട്ട് ബെൻഡ് 45 ഷോർട്ട് ബെൻഡ് ഇതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മാക്സിമം എൽബോസ് മാക്സിമം ഒഴിവാക്കിക്കൊണ്ടും ബെൻഡുകളും മാക്സിമം നമുക്ക് യൂസ് ചെയ്തുകൊണ്ടും മാക്സിമം ബ്ലോക്കുകൾ നമുക്ക് കുറച്ച് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഡ്രൈനേജ് സിസ്റ്റം ചെയ്യുന്ന സമയത്താണെങ്കിലും വാട്ടർ ലൈൻ ചെയ്യുന്ന സമയത്താണെങ്കിലും നല്ല രീതിയിൽ നമുക്ക് നീറ്റായിട്ട്, പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമുക്ക് CPVC ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് മാത്രം നമുക്ക് ഒരിക്കലും മണ്ണിലൂടെ കൊണ്ടുപോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം മണ്ണിലൂടെ പോകുന്ന സമയത്ത് പെട്ടെന്ന് അതിൻ്റെ ചൂട് പെട്ടെന്ന് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ മണ്ണിൽ നിൽക്കുന്ന ആ മർദ്ദവും കാര്യങ്ങളൊക്കെ മൂലം അതുപോലെ തന്നെ പെട്ടെന്ന് ചൂട് സ്പ്രെഡായി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് മണ്ണിലൂടെ മാക്സിമം കൊണ്ടുപോകാതെ നമുക്ക് ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് നമുക്ക്, അതായത് കൊണ്ടുപോകാൻ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ലെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് നമ്മുടെ ആ കെട്ടിൻ്റെ സൈഡിലൂടെ, അതായത് നമ്മുടെ ഭിത്തിയുടെയും അതുപോലെ തന്നെ ബെൽറ്റിൻ്റെയും കല്ല് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിലൂടെ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡ്രൈനേജിൻ്റെ സിസ്റ്റത്തിലാണെങ്കിലും റെയിൻ വാട്ടറിൻ്റെ സിസ്റ്റത്തിലാണെങ്കിലും നമ്മൾ നീറ്റായിട്ട് നമുക്ക് ബ്ലോക്ക് വരാത്ത രീതിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 45ഉം അതുപോലെ തന്നെ ഷോർട്ട് ബെൻഡുകൾ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് റെയിൻ വാട്ടർ ഇറക്കുന്ന സമയത്ത് നമ്മുടെ അതായത് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുന്ന സമയത്ത് നമുക്ക് ഊരിയെടുക്കാവുന്ന രീതിയിലുള്ള ഫിറ്റിങ്സ്, അതായത് ഡോർ സിസ്റ്റം വരുന്ന രീതിയിൽ ഡോറും കൂടി കൊടുക്കാവുന്ന രീതിയിലുള്ള ഫിറ്റിങ്സ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എല്ലാ ബാത്റൂമിലേക്കും സെപ്പറേറ്റ് വാൽവുകളും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഒരൊറ്റ മെയിൻ വാൽവ് കൂടാതെ തന്നെ ഓരോ ബാത്റൂമിലേക്കും സെപ്പറേറ്റ് വാൽവുകൾ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഏതെങ്കിലും ബാത്റൂം കംപ്ലൈൻറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ വാൽവ് മാത്രം ക്ലോസ് ചെയ്യാം. മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൂടി ആ ഒരൊറ്റ വാൽവ്, ആ ബാത്റൂമിൻ്റെ വാൽവുകൾ മാത്രം ക്ലോസ് ചെയ്താൽ മാത്രം മതിയോ. അല്ലെങ്കിൽ മൊത്തം ക്ലോസ് ചെയ്യുന്ന സമയത്ത് മൊത്തം തടസ്സപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകും. മറ്റത് മാത്രമല്ല, നമുക്ക് ആ ബാത്റൂം മാത്രം മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ മാൻഹോള്, ഇത് ഡ്രൈനേജിൻ്റെ സിസ്റ്റം ആണെങ്കിലും നമ്മുടെ റെയിൻ വാട്ടറിൻ്റെ സിസ്റ്റം ആണെങ്കിലും മാൻഹോൾ സിസ്റ്റം കൊടുത്തതിന് ശേഷം കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പ്ലംബിങ് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ നല്ല നീറ്റായിട്ട് എല്ലാ ഫിനിഷിങ് കഴിഞ്ഞ് കഴിയുന്ന സമയത്ത് എങ്ങനെ ചെയ്യാമെന്നും അതുപോലെ തന്നെ എങ്ങനെ ചെയ്തതിന് ശേഷം അവസാനത്തെ റിസൾട്ട് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.